ഇത്തവണത്തെ വെക്കേഷൻ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോഴേ കുട്ടികൾ ആദ്യം പറയും ബീച്ചാണ് കേട്ടോ. ബീച്ച് കുട്ടികൾക്ക് ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പം എന്നാൽ ഒരു കിടിലൻ ബീച്ച് തന്നെ അങ്ങ് കൊടുത്താലോ എന്ന് ആലോചിച്ചു. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. വീടും പൂട്ടി വട്ടിയും ചട്ടിയും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ യാത്രയാവുന്നത് ലക്ഷദ്വീപിലേക്കാണ് കേട്ടോ. ഒരു ടാക്സിയും പിടിച്ച് നേരെ വിട്ടത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ കരുത് ലക്ഷദ്വീപിലേക്ക് നേരെ ട്രെയിൻ ഉണ്ടോന്ന്. അങ്ങനെയല്ല കേട്ടോ, നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. ഗോവയിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്ക് യാത്ര. പെട്ടെന്നുണ്ടായ പ്ലാനിങ് അല്ല കേട്ടോ, ഒരുപാട് മാസം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് ടിക്കറ്റ് എല്ലാം കൺഫർമേഷൻ ആയിരുന്നു. നല്ലൊരു AC കോച്ച് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് നല്ല സെറ്റായിട്ട് കിട്ടി. എല്ലാവരുടെയും പ്രതീക്ഷ തിരിച്ചുകൊണ്ട് സമയത്ത് തന്നെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തി കേട്ടോ. കയറി ഒന്ന് ഇരുന്ന് സെറ്റായപ്പോഴേക്ക് പിള്ളേരൊക്കെ എല്ലാവരും അവനവൻ്റെ പൊതിച്ചോറുകൾ കെട്ടഴിക്കാൻ തുടങ്ങി. രാത്രി കഴിക്കാനുള്ള ചപ്പാത്തിയും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിയുന്നതും ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നത്. പിന്നെ സമയം കളയാതെ തന്നെ ഓരോരുത്തരും അവനവൻ്റെ സീറ്റും ബെർത്തും പിടിച്ച് കിടക്കാൻ തുടങ്ങി. നാളെ രാവിലെ പുലർച്ചെ 1 മണിക്ക് ഞങ്ങൾ ഗോവയിലെത്തി. 1 മണിക്ക് ഗോവയിലെത്തുമ്പോൾ പിള്ളേരെയൊക്കെ എങ്ങനെ വിളിച്ചുണർത്തുക എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിള്ളേർ നല്ല മജ്ജയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഗോവയിലെ പ്രീമിയം എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ഒരു 2 hours ടിക്കറ്റും എടുത്ത് ഞങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രഷപ്പായി പിള്ളേരെയൊക്കെ റെഡിയാക്കി നേരെ എയർപോർട്ടിലേക്ക് വെച്ചു പിടിച്ചു. അതെ, 3 മണിക്ക് മടുഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് ഞങ്ങളുടെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് ഇനി അങ്ങോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കാതെ ഞങ്ങൾ ലഗേജ് എല്ലാം ടാക്സിയുടെ മേലെയാണ് കെട്ടിവെച്ചിരുന്നത്. യാത്ര തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും മഴയുടെ ശക്തി കൂടാൻ തുടങ്ങി കേട്ടോ. അതൊരു പണിയായി. വണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറ്റി ലഗേജ് എല്ലാം കവർ ചെയ്ത് ഒന്നുകൂടെ സേഫ് ആക്കിയിട്ടാണ് പിന്നെ യാത്ര തുടങ്ങിയത്. കോമഡി അതല്ല, സംഭവം എല്ലാം ഫിക്സ് ഒക്കെ ചെയ്ത് യാത്ര തുടങ്ങിയപ്പോൾ മഴയും പോയി. കുട്ടികളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആരും വണ്ടിയിൽ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഉറങ്ങാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സമ്മതിക്കുന്നുമില്ലായിരുന്നു. വണ്ടി ഒരു മാരുതി എർട്ടിഗയായിരുന്നു കേട്ടോ. കണ്ടതും കയറി കിടന്നുറങ്ങാന്നോർത്ത് കണ്ണനും പ്രീതിയും നേരെ ബാക്കിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചു. പക്ഷെ പിള്ളേർ അവരെ കണ്ട് അവരുടെ കൂടെ പോയി ഉറപ്പിച്ചു. അതോടെ അവരുടെ കഷ്ടകാലം തുടങ്ങി. ഡ്രൈവർ മാമൻ ഇങ്ങനെ ഓടിക്കുന്നു ഞങ്ങളാരും എക്സ്പെക്ട് ചെയ്തില്ല. അവരെ എയറിൽ പറന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതെന്താപ്പോ ഗോവ വഴി ഒരു ലക്ഷദ്വീപ് യാത്ര എന്നല്ലേ? സംഭവം ശരിയാണ്. ഞങ്ങൾ ഗോവയിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് എടുത്തത്. നമ്മുടെ കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഗോവയിൽ നിന്ന് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇവിടുന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളും നല്ല ത്രിൽഡാണ്. അവർ പറഞ്ഞു ഗോവയും കാണണം എന്ന്. ഒരു 5-5:30 ആയപ്പോഴേക്കും ഞങ്ങളിതാ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഇനി 7 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ അഗത്തി ഐലൻഡിലാണ് പോയി ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇതാ ഇവിടെ നിന്നാണ് ശരിക്കും ലക്ഷദ്വീപ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികളെയും കൊണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ അവർക്കെല്ലാം പരിചയപ്പെടുത്തി കുറേ കഥ പറയുന്ന പോലെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ കൂടിയും അവരെല്ലാവരും നല്ല ചാടിത്തുള്ളി ത്രില്ലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗോവൻ നമ്മുടെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നില്ലെങ്കിലും എയർപോർട്ട് കണ്ടപ്പോൾ കിടിലനായിരുന്നു കേട്ടോ. നല്ല കിടിലനൊരു എയർപോർട്ട് തന്നെയായിരുന്നു. ടാക്സി ഡ്രൈവർ മാമനോട് കണ്ണനും പ്രീതിയും അവരുടെ കൃതാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തേക്ക് കയറി. ഇനി ചെക്ക് ഇൻ ചെയ്യേണ്ടിയും ബാക്കി കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പടിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ പെർമിറ്റ് നമുക്ക് ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിറ്റ് എല്ലായിടത്തും കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു മസ്റ്റ് പേപ്പറാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ലക്ഷദ്വീപിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവിടേക്ക് നമുക്ക് കയറാനുള്ള പെർമിറ്റ്. ഈ ഡോക്യുമെൻ്റ് നമുക്ക് നമ്മുടെ ഏജൻറ്റ് അയച്ചു തരുന്നതാണ് കേട്ടോ. ഫ്ലൈ 91 എന്ന് പറയുന്ന ഒരു ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങളുടേത് കേട്ടോ. ഫ്ലൈറ്റ് കയറിയതും പിള്ളേർക്കൊക്കെ നല്ലപോലെ വിശക്കാൻ തുടങ്ങി. 7 മണി 7:30 ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. ഞാനിതാ ഈ ദാൽ റൈസാണ് വാങ്ങിച്ചത് ആദ്യക്കുട്ടന്. പിന്നെ നട്ട്സും ചില ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ, അങ്ങ് ആഘോഷമായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ കീടങ്ങളും ഓരോ വിൻഡോ സീറ്റ് വീതം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വിൻഡോ സീറ്റൊന്നും എനിക്കൊന്നും കിട്ടിയില്ല. എൻ്റെ തൊട്ടടുത്തിരുന്നത് ആദിക്കുട്ടനായിരുന്നു. ദാൽ റൈസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചതും ആദിക്കുട്ടൻ്റെ വിശപ്പ് അങ്ങ് കഠിനമാകാൻ തുടങ്ങി. ഒരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് റൈസ് ആയിരുന്നു അത് കേട്ടോ. അതിൽ വാട്ടർ ഒഴിച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ് പൊട്ടിച്ചപ്പോൾ ദാൽ റൈസ് റെഡി. ഒരു 2 സ്പൂൺ ദാൽ റൈസേ എനിക്കതിൽ കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ ബോട്ടിൽ കണ്ടിട്ടില്ല.
ഒരു 1 hour 45 മിനിറ്റ്സിൻ്റെ ഫ്ലൈ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അഗത്തിയിൽ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തി. ഇവിടെയും എയർപോർട്ടിൽ നമ്മുടെ പെർമിറ്റൊക്കെ കാണിക്കേണ്ടി വന്നു. എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റി കേട്ടോ. അത്യാവശ്യം റൺവേയിൽ നിന്ന് തന്നെ നടന്നങ്ങ് പോകാനുണ്ട് എയർപോർട്ടിലേക്ക്. ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ അഗത്തി എയർപോർട്ട്. ഒരുപാട് ഫ്ലൈറ്റൊന്നും കിടക്കുന്നൊന്നുമില്ല റൺവേയിൽ. ഞങ്ങൾ വന്ന ഫ്ലൈറ്റും അതുപോലെ മറ്റൊരു ഫ്ലൈറ്റും കൂടെ അതേ ടൈമിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഫ്ലൈ 91 ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. നേരെ എയർപോർട്ടിൽ കയറിയതും അവിടെയും ഞങ്ങൾക്ക് പെർമിറ്റൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ലക്ഷദ്വീപിൽ നമ്മൾ എടുത്തേക്കുന്നത് ലാക്ക് റീഫ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയുടെ ടൂർ പാക്കേജാണ്. അപ്പോൾ അഗത്തിയിലെത്തിയതും അവരവരുടെ വണ്ടി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വേഗം വണ്ടിയിലൊക്കെ കയറി ആ ഡ്രൈവർ ഇക്കാനൊക്കെ പരിചയപ്പെട്ട് ഞങ്ങളെ നേരെ പിന്നെ കൊണ്ടുപോയത് ഹോം സ്റ്റേയിലേക്കായിരുന്നു. ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ 3-4 ബെഡ്റൂമും വലിയൊരു ഹാളും പിന്നെ ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും ഒക്കെ അടങ്ങുന്ന വലിയൊരു വീട് തന്നെയായിരുന്നു കേട്ടോ. താഴെ അച്ഛനും അമ്മയും ഒരു റൂം എടുത്തു. മുകളിലായിട്ട് ഞങ്ങളും സ്ഥാനം ഉറപ്പിച്ചു. പിന്നെ നേരെ താഴേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ അടുക്കളയിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ഹോംലി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. പൂരിയും അതുപോലെ ഗ്രീൻ പീസ് കറിയും ഒക്കെ ആയിട്ട് നമ്മൾ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും തോന്നിയില്ല കേട്ടോ. കുട്ടികളും ഞങ്ങളും ഒക്കെ വയറ് നിറച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആഹാരം കഴിച്ച് എല്ലാവരും അവരവരുടെ റൂമിൽ പോയി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഇങ്ങനെ ഞങ്ങളുടെ ലക്ഷദ്വീപിൻ്റെ പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.